ചേച്ചി വന്ന ഹലോ, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മുടെ കന്യാകുമാരി യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ എത്തി നിൽക്കുന്നത് ശുങ്കാങ്കടൈ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ചട്ടി ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മളെല്ലാവരും ചട്ടികൾ ഉപയോഗിക്കുന്നവരാണ്, പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാർ. പക്ഷെ അതെങ്ങനെ ഉണ്ടാക്കുന്നു, അതിൻ്റെ പിന്നിൽ എത്രത്തോളം കഷ്ടപ്പാടുകളുണ്ട്, ഇതെവിടെ നിന്നാണ് വരുന്നതെന്ന് എനിക്കറിയാൻ നല്ല ആകാംക്ഷയുണ്ട്. അതുപോലെ നിങ്ങൾക്കും ഉണ്ടെന്നറിയാം. നമുക്ക് പോയി കാണാം. ഇനി ഇവിടെയുള്ള ആൾക്കാരെയും ഈ ചട്ടി ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് കാണാം. ദാ ഈ കാണുന്ന കളിമണ്ണ് നിങ്ങൾ കണ്ടോ? ഇതാണ് ചട്ടി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കളിമണ്ണ്. അപ്പം ഇതും പിന്നെ അത് അവിടെ കിടക്കുന്ന മണലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇതുണ്ടാക്കുന്നത്. ആ മിക്സ് ചെയ്ത മണ്ണ് ഉണക്കാൻ വെച്ചതാണല്ലേ, ഉരുളകളായിട്ട് കളർ തേക്കാനുള്ളതാണ്. ഈ ഒരു കളറാക്കാനായിട്ട്. ശരി ശരി. ഇത് മണലും ഇതും കൂടി മിക്സ് ചെയ്തതാണല്ലേ, കളിമണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് കുഴച്ചിട്ട് പിന്നെ വരുന്നത് ഇതിലോട്ട് വെച്ചിട്ട് കറക്കി ഉണ്ടാക്കുകയാണല്ലേ. ഓക്കെ, ഇത് ചട്ടിക്കുള്ളതാണോ? ഒരേപോലെയാണ്. അപ്പൊ ഇത് ഒരുപാടുണ്ടല്ലോ, ഇത് ഒത്തിരി ഉണ്ടല്ലോ, ഒത്തിരി. ഒന്നൊന്നാ ചെയ്യും. ഓക്കെ. ആ ഓക്കെ. ആ ഇങ്ങനെ ഉണ്ടാക്കിയത് ഇവിടെ നിരത്തി വെച്ചേക്കുന്നതല്ലേ? ഇത് ഉണങ്ങാൻ എത്ര ദിവസം വേണ്ടി വരും? വെയിലിരുന്ന ഉണങ്ങും. അപ്പൊ ഈ നടുക്ക് ഉള്ളത് ഇതാണ് അവർ അടിച്ചെടുക്കുന്നതല്ലേ? രാവിലെ തുടങ്ങുമോ ഇത്? 6 മണിക്ക് തുടങ്ങും. എത്ര മണി വരെ കാണും?
പെണ്ണുങ്ങൾ 7 മണിക്ക് ഇവിടെ നിന്ന് പുറത്തോട്ട് പോകണം. 9 മണി 10 മണി ജോലി ചെയ്യുന്ന. ഇത് വേവിക്കുമല്ലേ? അതിനാണോ അവിടെ മറ്റേ വക്യോലൊക്കെ കൂട്ടിയിട്ടേ? അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഒരു 35 കുടുംബങ്ങളുടെ കൂട്ടായ്മയാണ്. അവരിവിടെ രാവിലെ വന്നിട്ട്, അമ്മമാർ പറഞ്ഞല്ലോ, രാവിലെ വന്നിട്ട് വൈകുന്നേരം ഒരു 7 മണി വരെ ഇവിടെ ഇരിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇവരെല്ലാം ഒത്തൊരുമയോടുകൂടി നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഈ ഒരു കാഴ്ചകളൊക്കെ കാണാനായിട്ട്. ഞാൻ ഇവിടെ വരാനായിട്ട് ഭയങ്കര എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും വന്നാൽ അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ പെർമിഷൻ കിട്ടില്ല. അപ്പം നമ്മൾ ഇവിടുത്തെ ഇവരുടെ മെയിൻ ആളിൻ്റെ കയ്യിൽ നിന്ന് പെർമിഷൻ എടുക്കണം. അപ്പം പുള്ളി സമ്മതിച്ചതിന് ശേഷമാണ് നമ്മളിവിടെ വീഡിയോ ചെയ്യുന്നത്. ഇതെങ്ങോട്ടാണ്? ഇത് എവിടോട്ടാണ് പോകുന്നേ? കുട്ടു ആരാ ആരാ വരുന്നാ? കാ പോന്ന് ആൺകുട്ടിയാണോ? ശരി ശരി. ഇത് ഉണങ്ങിയതിന് ശേഷമല്ലേ അടിക്കുന്നത്? ഉണങ്ങിയ ശേഷം കുറച്ച് അടിച്ചടിച്ച്. ഇതെല്ലാം ഗ്യാസിൽ വെക്കാൻ പറ്റുമോ? വെക്കാൻ പറ്റൂല. പഴകിയിട്ട്. ശരി ശരി. അമ്മാമ്മക്ക് എത്ര വയസ്സായി? അത് വെളിപ്പെടുത്തൂല. ഒരു ദിവസം എത്ര എണ്ണമൊക്കെ ഉണ്ടാകും? 50 എണ്ണമൊക്കെ ഉണ്ടാകും. ശരി. ആ ഒരു ഇതിൽ ചെയ്തെടുത്തില്ലേ, അതിൽ ഇങ്ങനെ വെച്ചേക്കുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ നിൽക്കുന്ന ഈ അമ്മമാര് ഇതിനെ അടിച്ച് റെഡിയാക്കി എടുത്ത് പിന്നെ കളർ ചെയ്തിട്ടാണ് വെയിലത്ത് വെച്ചിട്ട് ശേഷം അതിലോട്ട് എടുത്തു. ചൂളയിലല്ലേ വെക്കുന്നത്? ചൂളയിൽ വെച്ചിട്ട് അതിനെ ആ ഒരു ചൂടാക്കി എടുക്കുന്നു. എന്നെ ഇവിടെ പണിക്കെടുത്തല്ലേ? അതാ ഈ ഒരു വട്ടി വെച്ചിട്ടാണ് ഇതിനിങ്ങനെ അടിച്ചടിച്ചടിച്ച് അല്ലേ ഷേപ്പ് ചെയ്യുന്നത്. ഈ പല അങ്ങനെ സുഹൃത്തുക്കളെ, ഞാനും ഇവരോടൊപ്പം കൂടി ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ 2 കുട്ടി പിള്ളേരെ ഇവിടെ ഓടിയോ? ഇവിടെ വന്നപ്പോഴേ ഫോട്ടോ എടുക്കണേന്ന് പറഞ്ഞ് ഇങ്ങനെ ഇവിടുത്തെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കണ്ടോ ഈ മൂക്കുത്തി കണ്ടോ? ഇവിടെ വന്ന് സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. പിന്നെയാണ് ഞാൻ നിങ്ങളെ കാര്യം ഓർത്തത്. ഇത് അകത്തെന്തോ തേക്കുന്ന കുഴി അതുപോലെ വരും. ശരി. ഇവിടെ ഒരു സുന്ദരി അമ്മമ്മ ഒറ്റയ്ക്കിരുന്ന് അടിക്കുന്നു. ഇതാണ് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത കലങ്ങളെല്ലാം ഇതിൽ വെച്ചിട്ടാണ് കത്തിക്കുന്നത്. നാളെ ആവുമ്പോൾ ഇത് റെഡിയാവും. ഇതിൻ്റെ ഉള്ളിലാണ് ഇങ്ങനെ വച്ചേക്കുന്നത്. സാധാരണ വിറകിട്ടാണ് അവർ കത്തിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു 1000-1500 ഏകദേശം ചട്ടികൾ വെച്ചിട്ടുണ്ട്. ഇത് നല്ലതുപോലെ കുറച്ച് കഴിയുമ്പോൾ കത്തിക്കും. ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അതങ്ങ് റെഡി ആയിക്കോളും.
ഷോപ്പിൽ വന്നപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്തത് ഈ ഒരു കുട്ടിയാണ്. അജിത്ത് എന്നാണ് ഇവൻ്റെ പേര്. ഇപ്പം എൻ്റെ കടയാണിത്. നീ ഉണ്ടാക്കുമല്ലേടാ? ഇവനെ ഉണ്ടാക്കും. അപ്പോൾ ഈ ഒരു റോഡ് സൈഡിൽ തന്നെയാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ റോഡ് സൈഡിൽ തന്നെയാണ് ഈ ഒരു കലങ്ങളൊക്കെ, അവിടെ ഉണ്ടാക്കിയ കലങ്ങളൊക്കെ നമുക്ക് വാങ്ങാനായിട്ട് പറ്റും. ഈ കലങ്ങളൊക്കെ എത്ര രൂപയാണ്? ഇത് 50 അല്ലേ? ഓക്കെ. ഇത് മറ്റേ മീനൊക്കെ വെക്കുന്ന മീൻ വെക്കാൻ പറ്റുമല്ലേ? ഓക്കെ. അപ്പോൾ ഇതൊക്കെയോ? ഇത് വലുതാണ്, നല്ല വലിപ്പമുള്ളതാണ്. ഈ വലുതൊക്കെ ആണെങ്കിൽ 110 രൂപയാവും. ഓക്കെ, ശരി. ഇവിടെ എത്ര രൂപ മുതലാണ് ചട്ടികളെ വില? 40 മുതൽ തുടങ്ങി എത്ര വരെ ഉണ്ട്? 180 വരെ. ശരി. ചെറിയ പാണക്കലമെങ്കിൽ 250. വലിയ കലം. ഓക്കെ, ശരി. ഇതൊക്കെ എത്ര രൂപയാണ്? ഇത് 50 രൂപയാണ്. ശരി. അപ്പൊ ഈ കറുപ്പ് കാണുന്നത് നല്ല വെന്ത. ശരി. അപ്പൊ അത് നല്ല ലാസ്റ്റ് ചെയ്യുള്ളൂ. ശരി. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വേഗം തന്നെ കാണാം. ബൈ.